ഇമ്രുൽ ഖൈസിനെ കുറിച്ചാണ് പറയുന്നത്. അബുൽ ഹാരിസ് ജുന്ദഹ് ബിനു ഹജറുൽ ഖിന്ദി എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. അദ്ദേഹം വമിൻ കബീലത്തി ഖിന്ദ കബീലയിലാണ് അദ്ദേഹം ജനിച്ചത്. വഹിയ കബീലത്തുൻ യമനി കബീലയാണ്. അമീറുൽ ഷുഅറാഇൽ അസ്രിൽ ജാഹിലിയ കാലഘട്ടത്തിലെ ഷുഅറാക്കളെ കവി എന്നാണ് അറിയപ്പെടുന്നത്. റഅസു ഷുഅറാഉൽ അറബി കവിതകളുടെ ഹെഡ്, അഅ്ലമു ഷുഅറാഉൽ അസ്റുൽ ജാഹിലി ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്നുണ്ട്. റഅസുൽ ഉമൂദ് ഷെയ്രി എന്നും അറിയപ്പെടുന്നുണ്ട്. ഒരുപാട് ലഖബുകളുണ്ട്. ലുഖിബ ബിൽ അദീദ് മിനൽ അൽഖാദ്, ഒരുപാട് ലഖബുകളുണ്ട്, സ്ഥാനപ്പേരുകളുണ്ട്. ദുൽ ഖുറൂഹ് ഒരു പേരാണ്. അതുപോലെ ഹുന്ദജ്, മലിക്കുൽ ലൊലീൽ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ലഖബുകളാണ്, സ്ഥാനപ്പേരുകളാണ്. ഉലിദ ബി നജ്ദിൽ ജനിച്ചു. ബി അൻഖറ എന്ന സ്ഥലത്ത്, റോമിലെ പട്ടണമായ അൻഖറയിലാണ് അദ്ദേഹം മരണപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ ഉപ്പ ഹുജ്ർ ബിനുൽ ഹാരിസ്, അദ്ദേഹം ആഖിർ മുലുക്കിന് അവസാനത്തെ രാജാവാണ്. ബനി അസദിൻ്റെ ഒത്ത്ഫാൻ ഗോത്രത്തിൻ്റെയും ബനു അസദിൻ്റെയും ഗോത്രത്തിലെയും അവസാനത്തെ രാജാവാണ്. ഉമ്മുഹു, അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ പേര് ഫാത്തിമ ബിന്തു റബിയ. അവൾ കുലൈബിൻ്റെ ഉഖ്താണ്, സഹോദരിയാണ്. അവൾ വാദിക്കുന്നു സൈമൻ കബീലത്തു, അവളുടെ കബീല റബിയ. ഫാത്തിമ എന്നവരുടെ കബീല തഅലബാണ്. അതുപോലെ ഇവൾ ബസൂസ് യുദ്ധത്തിലെ ബത്തലായ ഹീറോയായ മുഅൽഹലിൻ്റെയും സഹോദരിയാണ്. അവൽ ഷിറുൻ ഉല്ലിക ഫിൽ ജാഹിലിയ ഷിർ, ആദ്യമായിട്ട് ജാഹിലിയ കാലത്ത് ഉള്ള മുഅല്ലഖ അല്ലെങ്കിൽ കഅബയിൽ ബന്ധിച്ച കവിത ഇമ്രുൽ ഖൈസിൻ്റെ കവിതയാണ്. അദ്ദേഹത്തിൻ്റെ റാവി ഖാൻ അബൂ ദാവൂദുൽ അയാദി എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ കവിത മുഅല്ലഖ ഖസിയത്തുൻ തൊവീലാണ്. 80 ബൈത്താണുള്ളത്. ബഹ്റേതാണ് തൊവീൽ 80 ബൈത്ത്. ദീർഘമായ ഖസീദ 80 ബൈത്തുകളുണ്ട്. ബഹ്റേതാണ് തൊവീലാകുന്നു. അതേപോലെ ബക്കാഉദ്ദിയാർ, ബക്കാൽ അത്ലാൽ, വീടിൻ്റെ കാമുകിയുടെ വീടിൻ്റെ അവശിഷ്ടങ്ങളെക്കുറിച്ച് കരഞ്ഞത് അദ്ദേഹമാണ്. സ്ത്രീകളെ മാനിനോട് സാദൃശ്യപ്പെടുത്തി പറഞ്ഞതും അദ്ദേഹമാണ് ആദ്യമായിട്ട്. കുതിരയെ ഖൈദുൽ അവാബിദ് കൊണ്ട്, അഥവാ വന്യമൃഗങ്ങളെ കൊണ്ട് സാദൃശ്യപ്പെടുത്തി പറഞ്ഞതും അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ ദീന് വസനിയാണ്, ബിംബാരാധകന ആയിരുന്നു. പിന്നെ അദ്ദേഹം നമ്മൾ പറഞ്ഞു വുഖൂഫും ബിൽ അത്ലാൽ, വീടിൻ്റെ അവശിഷ്ടങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്ത്രീകളെ, ഉനൈസ അദ്ദേഹത്തിൻ്റെ കാമുകിയാണ്. ഉനൈസയെ പറ്റിയിട്ട് അദ്ദേഹത്തിൻ്റെ അമ്മിൻ്റെ മകളായ ഉനൈസത്ത് ബിൻതുൽ അബീദ്, ഫാത്തിമ ബിൻതുൽ അബീദ്, ഉനൈസത്ത് ബിൻതു ഷുറഹബിൽ എന്ന ഈ 2 പേരിലാണ് അറിയപ്പെടുന്നത്. ഒന്ന് ഫാത്തിമ ബിൻതുൽ അബീദ് അല്ലെങ്കിൽ ഉനൈസത്ത് ബിൻതു ഷുറഹബിൽ. അദ്ദേഹത്തിൻ്റെ ഉമ്മേൻ്റെ പേര് നേരത്തെ പറഞ്ഞത് എന്തായിരുന്നു? ഫാത്തിമ ബിൻതു റബിയ. ചിലപ്പോൾ ഇത് കൺഫ്യൂഷനായിട്ട് ചോദിക്കാറുണ്ട്. ഫാത്തിമ ബിൻത് റബിയ, ഉമ്മയുടെ പേരും ഫാത്തിമ ബിൻത് അബീദ് തൻ്റെ കാമുകിയുടെയും പേരാണ്. പിന്നെ അടുത്ത പോയിന്റ് ഇദ്ദേഹത്തിനേക്ക് നമ്മൾ പറഞ്ഞത്, അദ്ദേഹം ജുദിരി, ഒരു ശരീരത്തിലൊരു കുഷ്ഠരോഗം അല്ലെങ്കിൽ വ്രണരോഗം വന്നിട്ടാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അങ്ങനെ മീലാദി വർഷം 540 അദ്ദേഹം മരണപ്പെടുന്നത്. പിന്നെ ഇതത്രയാണ് അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഉപ്പ മരണപ്പെട്ട സമയം, ഇന്ദമാ ഖത്തല വാലിദു അല്ലെങ്കിൽ ഇന്ദമാ ഖുത്തില വാലിദ്, അദ്ദേഹത്തിൻ്റെ ഉപ്പയെ കൊല്ലപ്പെട്ട സമയത്ത് അദ്ദേഹം പറഞ്ഞു, റഹിമല്ലാഹു അബി, എൻ്റെ ഉപ്പക്ക് അല്ലാഹു തആല റഹ്മത്ത് ചെയ്യട്ടെ, വയ്യഅനി അബി സുഐറ വഹമ്മിലനി ദമുഹു കബീറ
ലാ സൗവ അൽയോം വലാ സുക്ര ഒദ അൽയോം ഖംറൻ വാദൻ അംറൻ ഇന്ദമാ ജഅഹു ഖൈറുൻ മക്തുലബി. എന്നെ ചെറുപ്പകാലത്ത് എൻ്റെ ഉപ്പ എന്നെ അട്ടിവിട്ടു, പായാക്കി. ഇന്ന് ഞാൻ എൻ്റെ ഉപ്പയ്ക്ക് പകരം, രക്തത്തിന് പകരം ഞാൻ ചോദിക്കും. ലാ സുഹല്യം, ഇന്നത്തെ ദിവസം പ്രതികാരമില്ല. അലാ സുക്രോധൻ, നാളെ കള്ളില്ല. ഇന്ന് ഞാൻ കള്ളുകൊണ്ട് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇന്ന് ഞാൻ പ്രതികാരം, നാളെ മുതൽ ഞാൻ കള്ളുകൂടി നിർത്തി പ്രതികാരത്തിന് ഇറങ്ങുകയാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാപ്പയുടെ പിതാവിൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക്. ഇംറുൽ കൈസ് എന്ന വാക്കിൻ്റെ അർത്ഥം റജുലുൻ ഷിദ്ദ, നല്ല ധീരനായ പുരുഷൻ എന്നാണ്. പിന്നെ ദുൽഖുറൂഹ് എന്ന അദ്ദേഹത്തിന് മുറിവുകൾ ഉടയത് എന്ന പേരറിയപ്പെടുന്നുണ്ട്. അഥവാ അദ്ദേഹത്തിനൊരു കുസ്തന്തീനയിൽ നിന്ന് മടങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന് കുഷ്ഠരോഗം ബാധിച്ചു, വ്രണരോഗം, വസൂരി പോലത്തെ രോഗം ബാധിച്ചു. അങ്ങനെ അതുകൊണ്ട് ദുൽഖുറൂഹ് എന്ന പേരും അദ്ദേഹത്തിനുണ്ട്. ഇങ്ങനെ ഒരു സംഭവം, ഇത്രയോരുമാണ് ഇംറുൽ ഖൈസിനെ കുറിച്ച് ഷോർട്ടായിട്ട് നമുക്ക് പറയാനുള്ളത്. അദ്ദേഹം നജ്ദിയാണ്, യമൻകാരനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ റാവി അബൂ ദാവൂദ് അൽ അയാദി അഷറുന്നാസ് ഇദാ റക്കിബ, അല്ലെ, കുതിരപ്പുറത്ത് കയറിയാൽ ഏറ്റവും നല്ല കവി എന്ന പേരിൽ അറിയാം. അഷറുന്നാസ് ഇദാ റക്കിബ. അദ്ദേഹത്തിൻ്റെ ഉപ്പയോട് പറഞ്ഞ സമയത്ത് റഹിമല്ലാഹു ഹബി നേരത്തെ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഖസീദയുടെ ഫസ്റ്റ് മുഅല്ലഖയുടെ ഫസ്റ്റ് വരി ഖിഫ നബിക്ക് മിൻ ദിക്റ ഹബീബിൻ വ മൻസിലി. വസ്ഫ്, രാത്രിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാക്ക് അല അയ്യുഹൽ ലൈലു ത്വവീലു അലഞ്ചലി, ഓ രാത്രി ദീർഘമാകുന്ന രാത്രിയെ, നീ നേരം വെളുക്കുന്നില്ലേ, നീക്കൊരു സുന്ദരമായ പ്രഭാതമാവുന്നില്ലേ. വലയിലും കമോജി, രാത്രി തിരമാലകളെപ്പോലെയാണ്. ഉനൈസയെക്കുറിച്ച് അയാ ഫാത്തിമ മഹ്ലൻ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കാമുകിയെക്കുറിച്ച് പറഞ്ഞ വരികളുണ്ട്. കുതിരയെക്കുറിച്ച് പറഞ്ഞ മിക്കറ്റിൻ മിഫറ്റിൻ എന്ന അദ്ദേഹത്തിൻ്റെ വരികൾ ഉണ്ട്. ഓക്കെ, അമീർ ഷറാൽ ജാഹിരി ആഷിഖത്ത് നമ്മൾ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കുനിയത്ത് അബൂ സെയ്ദ്, അബൂ വഹബ്, ഓമനപ്പേരുകൾ. ഓക്കെ, ഇങ്ങനെ ഒരുപാട് അദ്ദേഹത്തിന് പോയിൻ്റുകളുണ്ട്. കൂടുതൽ പോയിൻ്റുകൾ കണ്ടെത്തുക. പിന്നെ ഖൈസ്, ഇമ്രുൽ ഖൈസ് എന്ന് പറഞ്ഞാൽ ഒരു ദൈവത്തിൻ്റെ, ആലിഹത്തിൻ്റെ പേര എന്ന് പറയുന്നുണ്ട്. ഇമ്രുൽ ഖൈസ് എന്നതിൻ്റെ അർത്ഥം റജുലുൻ ഷദീദാണ്. ഖൈസ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ, ഇലാഹിൻ്റെ പേരാണ്. പിന്നെ 500-ലാണ് ജനിച്ചത്. നജ്ദിൽ ജനിച്ചു, 500-ൽ ജനിച്ചു, 540-ൽ മരണപ്പെട്ടു. പിന്നെ അബുഷീറുൽ അറബി എന്ന പേരിൽ അറിയപ്പെടുന്നു. പിന്നെ വളരെ പ്രധാനപ്പെട്ട പോയിൻ്റ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദാറത്ത് ജുൽജിലാണ്, ഒരു കുളത്തിൻ്റെ നദീതീരത്തുള്ള തൻ്റെ കാമുകി കുളിക്കാൻ പോയ സംഭവവുമായി ബന്ധപ്പെട്ടിട്ടാണ് മുഅല്ലഖ അദ്ദേഹം എഴുതുന്നത്. പിന്നെ ഇത്രയാണ് അദ്ദേഹത്തിൻ്റെ പോയിൻ്റുകൾ. കൂടുതൽ പോയിൻ്റുകൾ കണ്ടെത്തുക.